ഷാബാൻ 15-ന്റെ പ്രത്യേകമായ നോമ്പ്. ഷാബാൻ 15 എത്തിക്കഴിഞ്ഞാൽ പ്രത്യേകമായ ഒരു നോമ്പ് അനുഷ്ഠാനം. അത് ബിദ്അത്താണ്. സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വരാത്തതാണ്. ആ ഹദീസുകൾ മുൻകാല ഉലമാക്കൾ മൗദൂഅായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അമലുകൾ ചെയ്യാൻ പാടില്ല. ഹദീസുകളുടെ കാറ്റഗറി നമുക്കറിയാലോ. മുതവാത്തിറായ ഹദീസുണ്ട്, മുത്തഫഖുൻ അലൈഹിയായ ഹദീസുണ്ട്, സ്വഹീഹായ ഹദീസുണ്ട്, ദഈഫായ ഹസനായ ഹദീസുണ്ട്, ദഈഫായ ഹദീസുണ്ട്, മൗദൂഅായ ഹദീസുണ്ട്. സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കർമ്മം ചെയ്യാം, ഹസന കൊണ്ട് കർമ്മം ചെയ്യാം, മുതവാത്തിറുകളാൽ കർമ്മം ചെയ്യാം, മുത്തഫഖുൻ അലൈഹി കൊണ്ട് കർമ്മം ചെയ്യാം, ദഈഫുകൾ കൊണ്ട് കർമ്മം ചെയ്യരുത്, മൗദൂഉകൾ കൊണ്ട് തീരെയും കർമ്മം ചെയ്യരുത്. ആ മൗദൂഇന്റെ കാറ്റഗറിയിൽപ്പെട്ട ഈ ഹദീസുമായി ബന്ധപ്പെട്ട് വന്നത് തള്ളപ്പെടേണ്ടതാണ്, അമല് ചെയ്യാൻ കൊള്ളാത്തതാണ്. ഒന്നാമത്തെ വിദഅത്താണ്. ഇനി ശഅബാൻ മാസത്തിൽ നമുക്ക് നോമ്പെടുക്കാം. തിങ്കളാഴ്ച നോമ്പെടുക്കാം, വ്യാഴാഴ്ച നോമ്പെടുക്കാം. ഇനി അയ്യാമുൽ ബിദിന്റെ രാവുകൾ വരുന്നുണ്ട്, ദിവസങ്ങൾ വരുന്നുണ്ട്. ഈ വരുന്ന ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും അയ്യാമുൽ ബിദിന്റെ ദിവസങ്ങളാണ്. ആ ദിവസങ്ങൾ നമുക്ക് നോമ്പെടുക്കാം. ഇനി ഇതൊന്നും പോരാ, ഇതിലും കൂടുതൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതൃക നമുക്കുണ്ട്. ഇന്ന് നോമ്പെടുക്കാം, നാളെ നോമ്പെടുക്കാതിരിക്കാം, മറ്റന്നാൾ നോമ്പെടുക്കാം, വീണ്ടും നോമ്പെടുക്കാതിരിക്കാം. ഇങ്ങനെ ഒറ്റവിട്ട ദിവസങ്ങൾ നമുക്ക് നോമ്പെടുക്കാം. ഇതൊക്കെ സുന്നത്തിലുള്ളതാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരാത്ത പ്രത്യേകമായ ഒരു നോമ്പെടുക്കുമ്പോ അത് ബിദ്അത്തിന്റെ ഗണത്തിലേക്കാണ് വരിക എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ശഅബാൻ മാസത്തിൽ നിലനിൽക്കുന്ന 15-ന്റെ രാവിൽ നിലനിൽക്കുന്ന പ്രത്യേകമായ ഒരു ബിദ്അത്താണ് സ്വലാത്തുൽ അൽഫിയ. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ? സ്വലാത്തുൽ അൽഫിയ എന്ന് പറഞ്ഞാൽ 100 റക്അത്ത് നിസ്കാരമാണ്. ഓരോ റക്അത്തിലും 10 ഫാത്തിഹ വീതം ഓതിയിട്ടുള്ള 100 റക്അത്ത് നമസ്കാരത്തിനാണ് സ്വലാത്തുൽ അൽഫിയ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്വഹീഹായ ഒരു ഹദീസിലും ഇത്തരത്തിലുള്ള നിസ്കാരം കാണാത്തത് കൊണ്ട് തന്നെ അത് നമുക്ക് ചെയ്യാൻ പാടുള്ളതല്ല. അത് ബിദ്അത്താണ്, തള്ളപ്പെടേണ്ടതാണ്. മൂന്നാമതായി ഈ ശഅബാൻ മാസത്തിൽ പ്രത്യേകമായി നിലനിൽക്കുന്ന ഒരു ബിദ്അത്താണ് ശഅബാൻ ആയി കഴിഞ്ഞാൽ പ്രത്യേക യാസീൻ പാസാക്കുക. പ്രത്യേകമായി യാസീൻ ഓതാം, പ്രതിഫലമുള്ള കാര്യമാണ്. നമുക്ക് ഇഷ്ടമുള്ളവൊക്കെ എപ്പോഴൊക്കെ ഓതാം. ഈ ശഅബാൻ മാസത്തിൽ ഈ യാസീൻ ഓതിന് ഒരു പ്രത്യേകതയുണ്ട്. അതിന് പ്രത്യേകമായ ഒരു ഫദ്ലുണ്ട് എന്ന് പറയുമ്പോൾ അത് ബിദ്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്തതാണ്. സ്വഹീഹായ ഹസനായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വരാത്തതാണ്. അതുകൊണ്ട് അത് തള്ളേണ്ടതാണ്. നാലാമത്തെ ശഅബാൻ മാസത്തിന്റെ നിലനിൽക്കുന്ന ബിദ്അത്ത് എന്ന് പറയുന്നത് 15-ന്റെ രാവിൽ നമ്മൾ കാണുന്ന ബറാഅത്ത് രാവിലെ ആഘോഷമാണ്. പ്രത്യേകം ചക്കരച്ചോറൊക്കെ വെച്ച് കുട്ടികൾ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ചിരട്ടന്റെ ഉള്ളിലും മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ച് ഇങ്ങനെ വീടുവിടാന്തരം കയറി ഇറങ്ങും. ബറാത്ത് ബർക്കത്ത്, അൽബറാത്ത് ബർക്കത്ത്, പൂരക്കാരെന്ന് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ് പാടുക. അങ്ങനെ ഒരു ഏർപ്പാടുണ്ട്. ഈ ഏർപ്പാട്, ഈ ആഘോഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്തതാണ്. ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വരാത്തതാണ്, തള്ളപ്പെടേണ്ടതാണ്, മുഹ്ദസാത്തുകളിൽപ്പെട്ടതാണ്, ബിദ്അത്തുകളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വലാലത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നരകത്തിലേക്കുള്ള വഴിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശഅബാനുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന 5-ാമത്തെ ബിദ്അത്ത്, ഈ ദിവസങ്ങളിൽ ഈ രാവിൽ ആയുസ് വർദ്ധിക്കുന്നതിന് വേണ്ടി പ്രത്യേക സ്പെഷ്യൽ നിസ്കാരമുണ്ട്. 6 റക്അത്ത് നിസ്കാരം. ആയുസ് കൂട്ടാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു പല മാർഗങ്ങളും നമുക്ക് പഠിപ്പിച്ചു. ഒന്നാമത്തെ മാർഗം എന്താണ്? ദുആ ചെയ്യാന്നുള്ളതാണ്. അല്ലാഹുവേ എന്റെ ആയുസ് വർദ്ധിപ്പിച്ചു തരണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ലാ യറുദ്ദുൽ ഖദാ ഇല്ല ദുആ. അല്ലാഹുവിന്റെ ഖദാ തിരുത്താൻ ദുആ കൊണ്ടല്ലാതെ സാധ്യമല്ല. രണ്ടാമത്തെ മാർഗം എന്താണ്? കുടുംബബന്ധം ചേർക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് റിസ്കിൽ വിശാലത വേണോ? നിങ്ങൾക്ക് ദീർഘായുസ് വേണോ? സമാധാനമുള്ള മരണം വേണോ? എല്ലാറ്റിനും ഒരൊറ്റ മൂടിയാണ് പറഞ്ഞത്. എന്താണത്? കുടുംബബന്ധം ചേർക്കുക. കുടുംബബന്ധം ചേർത്താൽ ആയുസ് വർദ്ധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഈ 6 റക്അത്ത് ആയുസ് കൂടാനുള്ള സ്പെഷ്യൽ 6 റക്അത്ത് അതെന്താണ്? ബിദ്അത്താണ്. അതുകൊണ്ട് നെല്ലും പതിരും കൃത്യമായി തിരിച്ചറിയുക, നന്മയും തിന്മയും കൃത്യമായി തിരിച്ചറിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന നന്മകൾ സ്വീകരിക്കാൻ ഒരു മടിയുമില്ലാതിരിക്കുക. അതിനപ്പുറത്തുള്ള ബിദ്അത്തുകൾ തള്ളാനും ഒരു മടിയുമില്ലാതിരിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد.
يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, സുന്നത്തിനെ കൊള്ളേണ്ടതിൻ്റെയും ബിദ്അത്തിനെ തള്ളേണ്ടതിൻ്റെയും ആവശ്യകത നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് യഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ സ്നേഹം തിരിച്ചു കിട്ടാനുള്ള ഒരു മാർഗം എന്താണ്? ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റുക. യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ തിരിച്ചു സ്നേഹിക്കും. ഫയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ തെറ്റുകൾ അല്ലാഹു മാപ്പാക്കി തരികയും ചെയ്യും. ഇത് മാത്രമാണ് അള്ളാഹുവിന്റെ സ്നേഹത്തിലേക്കും അള്ളാഹുവിന്റെ തൃപ്തിയിലേക്കുമുള്ള വഴി. മറ്റെല്ലാ വഴികളും ദലാലത്തിൻ്റെതാണ്. പ്രിയപ്പെട്ടവൻ, നമ്മൾ നന്മയാണ് എന്ന് തീരുമാനിച്ചാൽ, നമുക്ക് നന്മയാണ് എന്ന് തോന്നിയാൽ അതൊരിക്കലും നന്മയാവില്ല. ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ഒരു സാധനമാണ് ഈ ബിദ്അത്ത്. കാരണം എന്താണെന്ന് അറിയോ? ഒരാൾ ബിദ്അത്ത് ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദായിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ വളരെ പ്രധാനമായി പറഞ്ഞൊരു വിഷയം എന്താണ്? പരിശുദ്ധ ഖുർആനിലെ ആയത്താണ് പ്രവാചകൻ ഓടിക്കൊടുത്തത്. എന്താണത്? പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിൽ 3-ാമത്തെ ആയത്തിൽ നമുക്കത് കാണാൻ കഴിയും. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങളുടെ മതം ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹം ഞാനിതാ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തരികയും ചെയ്തിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, പരിശുദ്ധ ഇസ്ലാമിനെ ദീനായി കൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരികയും ചെയ്തിരിക്കുന്നു. അല്ലാഹുവിന്റെ വാക്കുകളാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിറഞ്ഞ പാത്രമാണ്. നിറഞ്ഞൊരു പാത്രത്തിലേക്ക് പുതുതായൊരു വെള്ളത്തുള്ളി കടന്നു വന്നാൽ, പുറത്തുനിന്നൊരു വെള്ളത്തിന്റെ തുള്ളി അതിലേക്ക് കടന്നു വന്നാൽ എന്താണ് സംഭവിക്കുക? അതിൽ ഉള്ള വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് തുളുമ്പോ ഒരു സംശയവും വേണ്ട. പരിശുദ്ധ ഇസ്ലാമിലേക്ക് അതിൽ പഠിപ്പിക്കപ്പെടാത്ത, സുന്നത്തിൽപ്പെടാത്ത ഒരു ബിദ്അത്ത് കടന്നു വന്നു കഴിഞ്ഞാൽ സുന്നത്തുകൾ നഷ്ടപ്പെട്ടു പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പ്രിയപ്പെട്ടവരെ, ഉദാഹരണത്തിന് മയ്യിത്ത് കൊണ്ടുപോകുമ്പോ നിശബ്ദമായി കൊണ്ടുപോകുക എന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ്. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മുദ്രാവാക്യം മുഴങ്ങുമ്പോ ബിദ്അത്ത് ജനിക്കുകയാണ്, സുന്നത്ത് മരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞാൽ, ഫർദ് നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് എന്താണ്? തിരിഞ്ഞിരിക്കുക എന്നതാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുക എന്നതാണ്. അഫ്ദൽ ദിക്ർ എന്ന് പറഞ്ഞ ദിക്റിന്റെ മുദ്രാവാക്യം തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ബിദ്അത്ത് ജനിക്കുകയാണ്, സുന്നത്ത് മരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവർ, എവിടെയൊക്കെ ബിദ്അത്ത് ജനിക്കുന്നുണ്ടോ അവിടെയെല്ലാം സുന്നത്തുകൾ നഷ്ടമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ മതത്തിന്റെ വിഷയത്തിൽ, ഈ ദീനിന്റെ വിഷയത്തിൽ മൻ അഹ്ദത ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, ആരെങ്കിലും ഈ ദീനിന്റെ കാര്യത്തിൽ പുതുതായി വല്ലതും കടത്തിക്കൊണ്ടുവന്നാൽ അവൻ ആരാകട്ടെ, എത്ര വലിയ നിലയുള്ളവനാകട്ടെ, എത്ര വലിയ സ്വാധീനമുള്ളവനാകട്ടെ, ഫഹുവ റദ്ദുൻ, റദ്ദ് ചെയ്യപ്പെടേണ്ടതാണ്, അത് തള്ളപ്പെടേണ്ടതാണ്. കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ദലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. എല്ലാ പുതിയതും ബിദ്അത്താണ്, എല്ലാ ബിദ്അത്തും ദലാലത്താണ്, എല്ലാ ദലാലത്തും നരകത്തിലാണ്. ബിദ്അത്തുൽ ഹസന, ബിദ്അത്തുൽ സയ്യിഅ എന്ന കാറ്റഗറികളിൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങൾക്ക് പുറത്തുള്ള എല്ലാ ബിദ്അത്തുൽ സയ്യിഅ തന്നെയാണ്. നമ്മുടെ ഇജ്തിഹാദുകൾ കൊണ്ട്, നമ്മുടെ കർമ്മ, നമ്മുടെ ചിന്തകൾ കൊണ്ട്, നമ്മുടെ യുക്തികൾ കൊണ്ട് തീരൊരു കാര്യം പുണ്യമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുകയില്ല. അങ്ങനെ ഒരു കാര്യം പുണ്യമാണെന്ന് നാം വാദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളിലും ചര്യകളിലും സ്ഥിരപ്പെട്ടു വരാത്ത ഒരു വിഷയം പുണ്യമാണെന്ന് നാം വാദിക്കുമ്പോ അവിടെ നമ്മൾ പറയുന്ന വിഷയം എന്താണെന്നറിയോ? 23 വർഷക്കാലത്തെ അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിൽ അവിടുന്ന് ഖിയാനത്ത് കാണിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രബോധനത്തിൽ അവിടുന്ന് വഞ്ചന കാണിച്ചു, ചതി കാണിച്ചു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദഅവത്തിന്റെ മാർഗ്ഗത്തിൽ നേരിട്ട പ്രയാസങ്ങളുടെയും ത്യാഗങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും കഥകൾ 6 വയസ്സും 5 വയസ്സും തൊട്ട് കേട്ടുപഠിക്കുന്നവരാണ് മുസ്ലിം ഉമ്മത്തിലെ ഓരോ അംഗങ്ങളും. പ്രിയപ്പെട്ടവരെ, ആ 23 വർഷക്കാലം ഉറങ്ങാതെ ഉണ്ണാതെ പശിയടക്കാതെ പ്രിയപ്പെട്ടവരെ അങ്ങേയറ്റം കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. സ്വന്തം വീട് നഷ്ടപ്പെട്ടു, സ്വന്തം നാട് നഷ്ടപ്പെട്ടു, ജീവിതത്തിൽ സ്നേഹിക്കുന്ന മക്കളിലെ ആ ഒരാളിൽ നിന്ന് വിട്ടതിന്റെ പ്രവാചകൻ പോകേണ്ടി വന്നു. എല്ലാ
വേണ്ടിയാണ്, ഈ ബുലൂഗിന് വേണ്ടിയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകൻ അത്രയും കഷ്ടപ്പെട്ടിട്ട് അവസാനം പുണ്യമായി ബറാഅത്ത് രാവിലെ പഠിപ്പിച്ചു തന്നിട്ടില്ല. ഈ ശഅബാനിലെ സ്വലാത്തുൽ അൽഫിലേക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഈ ശഅബാനിൽ ഓതപ്പെടുന്ന സൂറത്തുൽ യാസീനിന്റെ പ്രത്യേകതയെ പഠിപ്പിച്ചു തന്നിട്ടില്ല. ഈ ശഅബാനിൽ ആയത്തുൽ ഖുർആൻ തഫ്സീരിക്കപ്പെടുന്ന നമസ്കാരം എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് മുസ്ലിം ഉമ്മത്തിൽ പെടുന്ന മനുഷ്യൻ പറയുമ്പോൾ അവൻ പറയുന്നത് എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ റിസാലത്തിൽ ഖിയാനത്ത് കാണിച്ചു. അല്ലാഹുവിന്റെ റസൂൽ ഈ പ്രവാചകത്വത്തിൽ വഞ്ചന കാണിച്ചു. പ്രവാചകൻ കളവ് പറഞ്ഞു എന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ റിസാലത്തിൽ ഖിയാനത്ത് കാണിച്ചിട്ടില്ല, റസൂൽ കളവ് പറഞ്ഞിട്ടില്ല. ഈ ലോകത്തൊരു മനുഷ്യന് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ലോകത്തൊരു മനുഷ്യന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം പ്രവാചകൻ, അതിനെക്കുറിച്ചെല്ലാം പ്രവാചകൻ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല സുന്നത്തിനെ പുൽകാനും വിദഅത്തിനെ അടിയാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ശഅബാൻ മാസത്തിന്റെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന 10, 11, 12 തീയതികളിൽ ആലപ്പുഴയിൽ വെച്ച് പ്രൊഫഷണൽ കോൺഫറൻസ് നടക്കുകയാണ്, പ്രോഫ്കോൺ നടക്കുകയാണ്. എത്രയോ വർഷമായി പ്രൊഫഷണലുകൾക്കിടയിൽ സജീവമായ ദഅവത്തുമായി മുന്നോട്ട് പോകുന്ന ഒരു സംരംഭമാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പോസ്റ്ററുകളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും എല്ലാം അതിനെ നിങ്ങൾ സജീവമായി പരിചയപ്പെട്ടിട്ടുണ്ടാവും. കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ആവശ്യകതയാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഈ പറയുന്ന മതനിരാസങ്ങളായാലും നിരീശ്വരവാദങ്ങളായാലും ലിബറലിസവും അതുപോലെ തന്നെ സ്വവർഗരതിയെ ന്യായീകരിക്കുന്ന ടെൻഡൻസിയും എല്ലാം ഉയർന്നു വരുന്നത് ഇത്തരത്തിലുള്ള പ്രൊഫഷണലുകൾക്കിടയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ അവര് ദീന് മനസ്സിലാക്കിയാൽ, അവര് ഖുർആൻ മനസ്സിലാക്കിയാൽ സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കുന്നത് പോലെയല്ല. നമുക്ക് തന്നെ അറിയാലോ, ഇപ്പൊ നമ്മളെ പോലെയുള്ള മൂല്യമാര്യങ്ങളോട് ഇങ്ങനെ എത്ര വാത് പറഞ്ഞാലും അത് ഹൃദയത്തിലേക്ക് കടക്കുന്നതിന് പരിധിയുണ്ട്. കാരണം എന്താ വിചാരിക്കാം, അത് അയാൾ പണിയില്ലേ, അയാൾ പറയും വിചാരിക്കും എന്നാണ് നിങ്ങൾ വിചാരിക്കാം. എത്ര പറഞ്ഞാലും ചില ആളുകളുടെ മനസ്സിലെങ്കിലും അതിന് വില ഉണ്ടാവില്ല. എന്നാൽ നിങ്ങളൊരു ഡോക്ടറെ അടുത്തേക്ക് പോകണമെന്നിരിക്കാം, ഒരു ഡോക്ടറെ അടുത്തേക്ക് നിങ്ങൾ പോവാണ്, കയ്യിലൊരു ഉറുപ്പുമായിട്ടാണ് നിങ്ങൾ പോകണമെന്ന് ഇരിക്കാം. അപ്പൊ ആ ഡോക്ടർ ഈ ഉറുപ്പിനെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് ഇത് കെട്ടുന്നത്, അള്ളാഹുവിന് തവക്കലാക്കിയ പോലെ എന്ന് ആ ഡോക്ടർ ചോദിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഹൃദയത്തിൽ കേട്ടോ. കാരണം നമ്മൾ ചിന്തിക്കും, ഇയാൾക്ക് ഞാൻ ഉറുക്കഴിച്ചിട്ട് ഇയാൾക്കൊന്നും കിട്ടാനില്ല, ഞാൻ ഉറുക്കഴിച്ചാലും ഇല്ലെങ്കിൽ ഇയാൾക്ക് കൊടുക്കേണ്ട ഫീസ് ഇയാൾക്ക് കൊടുക്കണമല്ലോ. ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു പ്രൊഫഷണൽ ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ അതിലെന്തോ നിഷ്കളങ്കമായ ഒരു ഉദ്ദേശമുണ്ട്, അതിലെന്തോ ഫ്രാങ്കായ ഒരു ഉദ്ദേശമുണ്ട് എന്ന് നമ്മൾ സ്വാഭാവികമായി ചിന്തിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ നിങ്ങൾ സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ തന്നെ ഈ മതനിരാസകൾക്കും നിരീശ്വരവാദങ്ങൾക്കുമെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്നത് പ്രൊഫഷണലുകൾ തന്നെയാണ്. നമുക്കിടയിലുള്ള ഡോക്ടർമാരും അതുപോലെ തന്നെ എഞ്ചിനീയർമാരും അതുപോലെ പിന്നെ ശാസ്ത്രാന്വേഷികളൊക്കെ തന്നെയാണ് ഇതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്നത്. കാരണം ഈ മേഖലകളാണ്. ഇപ്പോ യുക്തിവാദികൾ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അവരെ കുത്തകയാണെന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് കാണുമല്ലോ. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അവരെ കുത്തകയാണ്. സയൻസ് ക്ലാസ് എടുക്കുക, യഥാർത്ഥത്തിൽ ശാസ്ത്രം അവർക്കെതിരാണ്, സയൻസ് അവർക്കെതിരാണ്, അവരുടെ പൊട്ടവാദങ്ങൾക്കെതിരാണ്. ആ രീതിയിൽ ആ ഒരു ആംഗിളിൽ തന്നെ അവർക്ക് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ പോപ്കോൺ പോലെയുള്ള പരിപാടികളിലൂടെ ദീനിനോട് സ്നേഹമുണ്ടായ, ദീനിനോട് മമതയുണ്ടായ ആളുകൾ തന്നെയാണ്. എത്രയോ കേരളക്കരയിലും പുറത്തുമുള്ള എത്രയോ പ്രൊഫഷണലുകൾ ഈ പോപ്കോണിലൂടെ ഹിദായത്ത് കിട്ടിയവരുണ്ട്, നിർമ്മാർജ്ജനത്തിലായവരുണ്ട്. സജീവമായി ഇന്നും പല സംഘടനകളിലുമായി പല നാടുകളിലുമായി സജീവമായി പ്രവർത്തിച്ചു വരുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ പ്രോഫ്കോൺ എന്ന് പറയുന്നത് ഒരിക്കലും ഏതെങ്കിലും സംഘടനയെ വളർത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരുദ്ദേശങ്ങൾ വെച്ചിട്ടുള്ളതെല്ലാം ഇത് പൂർണ്ണമായും ദഅവത്ത് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഈ വരുന്ന 10, 11, 12 തീയതികളിൽ ആലപ്പുഴയിൽ നടക്കുന്ന ആ പ്രോഫ്കോണിലേക്ക് പരമാവധി നിങ്ങളുടെ അറിവിലുള്ള പ്രൊഫഷണലുകളെ ഇങ്ങോട്ട് എത്തിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം ഇന്ന് അതിനു വേണ്ടിയുള്ള കളക്ഷനാണ് നടക്കുന്നത്. നിങ്ങൾ കൊടുക്കുന്ന ഓരോ രൂപയും തീർച്ചയായും ഈ ദഅവത്തിലേക്ക് തന്നെയാണ് വിനിയോഗിക്കപ്പെടുക, ഈ പ്രബോധനത്തിലേക്ക് തന്നെയാണ് വിനിയോഗിക്കപ്പെടുക. അതുകൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം സംഭാവന ചെയ്യുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോ കർമ്മങ്ങളും ഓരോ അമലുകളും പൂർണ്ണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ വിജയികളായി ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ അകവും പുറവും ഒരുപോലെ സംശുദ്ധമാക്കി തരണം. മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകുകയും ചെയ്യണം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്
الأحياء منهم والأموات إنك تجيب دعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.